ഹലോ വെൽക്കം ബാക്ക് ടു ഈസി സ്നാക്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഈസി സ്നാക്സിലെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്, ചോക്ലേറ്റ് കേക്ക്. ഇത് ഞാൻ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് സാധാ നമ്മുടെ വീട്ടിലുള്ള മിക്സിയും നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ കുക്കറൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമുക്ക് വേഗം തന്നെ അപ്പോൾ എങ്ങനെയാണ് കിച്ചണിലോട്ട് പോയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ഇന്ന് ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ബൗളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 10 ഗ്രാം ജലറ്റിനാണ് ഇതിട്ട് കൊടുക്കാം. ജലറ്റിന് ഇപ്പം ഇത് ഇങ്ങനെ ചെയ്യണത് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് ആ ചോക്ലേറ്റ് കേക്കിൻ്റെ പൊക്കത്ത് ഒഴിക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം, ഒരു 1/4 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കുറച്ച് ടൈം. അതിനുശേഷം ഞാനൊരു അരിപ്പയും ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടിയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ, അതിട്ട് കൊടുക്കാം. മൈദപ്പൊടിക്ക് ശേഷം 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ നോക്കിയെടുക്കുക. ഡാർക്ക് കൊക്കോ പൗഡറാണ് നല്ലത്. ഈ മിക്സിലോട്ട് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. നമ്മളിട്ട ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇതെന്തിനാണ് ആദ്യം തന്നെ ഒന്ന് അരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിലോട്ട് ഒരു 3 കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, ഈ ഒരു വലുപ്പത്തിലുള്ള, അത് ചേർത്ത് കൊടുക്കുക. ഈ കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള കോഴിമുട്ടയും ഓയിലും ബട്ടറൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്ര അളവ് മൈദപ്പൊടി എടുത്തു അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എത്ര അളവ് എടുത്തു ആ അളവിന് തന്നെ സെയിം ക്വാണ്ടിറ്റി പഞ്ചസാര വേണം ചേർക്കാനായിട്ട്. ഇനി മധുരം കുറവ് മതി എന്നുള്ളവർക്ക് 3/4 കപ്പ് ചേർത്താൽ മതി. നമുക്ക് ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം വാനില എസൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ബാഡ് സ്മെൽ ഒട്ടും തന്നെ ഇല്ലാണ്ട് എടുക്കാൻ പറ്റും. ഇനി മിക്സിയുടെ ജാർ ക്ലോസ് ചെയ്തിട്ട് 1 മിനിറ്റ് മീഡിയം സ്പീഡ്, നമ്മുടെ മിക്സിയുടെ മീഡിയം സ്പീഡിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ മുട്ടയിലോട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വാനില എസൻസ് ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ടാകും. 1 മിനിറ്റ് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ, കൂടുതലായിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ മിക്സി ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ചൂടാവുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാവുന്ന ടൈമിൽ മിക്സി ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മുട്ട പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും കൂടി ഞാൻ 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ചെയ്തത്. ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പൊടിയാണ് എടുക്കണമെങ്കിൽ 1/2 കപ്പ്, അതാണ് കണക്ക് കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ സൺഫ്ലവർ ഓയിലിനാണ് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്. ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ പിന്നെ ഹാൻഡ് ബീറ്ററൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ വിസ്കും കൊണ്ട് നന്നായിട്ട് വിസ്ക് ചെയ്ത് പതപ്പിച്ചെടുക്കേണ്ടി വരും. നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ഓവനൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും നല്ലത് ഓയിൽ തന്നെയാണ്. എന്നിട്ട് ഈ ഓയിലും കൂടി ചേർത്തിട്ട് ഒരു 5 സെക്കൻഡ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിൽ വെച്ചിട്ട്.
നമ്മുടെ മുട്ടയും ഓയിലും പഞ്ചസാരയും വാനില എസൻസിൻ്റെയും കൂടി മിക്സ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇതിലോട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ക്രീമി ഫോമിലോട്ടായിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ മിക്സ്. ഇനി ഈ മുട്ടയുടെ മിക്സ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ പൊടിയും ചേർന്ന് ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയും ഓയിലൊക്കെ എത്തണം. നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുള്ള ഫോമിലാണ് ഇപ്പോൾ മിക്സ് ഇരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല്, മുട്ട, ഓയില്, ബട്ടർ ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മുമ്പെടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചേക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൂമിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഏത് ടെമ്പറേച്ചറാണെന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചറിലോട്ട് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വായി വിസ്താരമുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടിയുന്ന ഈ ഭാഗം കുറച്ച് വിസ്താരമുള്ള കുക്കറാണ് എടുക്കാനായിട്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സൺഫ്ലവർ ഓയിൽ തന്നെ. ഓയിൽ കൂടരുത്. ഇനി ഇത് ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കാനായിട്ട് ഒരു ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കിയിട്ടുണ്ട്. നമ്മുടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ മൂടി കൊടുക്കാം. ഞാൻ കുക്കർ സ്റ്റീമർ ഇടാണ്ടാണ് മൂടി വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള വാഷർ ഇട്ടിട്ടുണ്ട്, പക്ഷെ സ്റ്റീമർ ഇട്ടിട്ടില്ല. ഇനി ഇത് തുറക്കാൻ പാടില്ല. ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ, ഏറ്റവും കൂടുതൽ 40 മിനിറ്റ് വേണ്ടി വരും. അത് ഓരോരുത്തരുടെ തീയുടെയും കുക്കറിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ചിരിക്കും. കുറഞ്ഞത് 20 മിനിറ്റ്, ഒരു 30 മിനിറ്റിനുള്ളിൽ സാധാരണ എനിക്ക് റെഡി ആവാറുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിയാണ്ട് ഒരു കാരണം വെച്ചാലും കുക്കർ തുറന്ന് നോക്കരുത്. നമുക്കത് ഇന്നൊരു ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ടാണ്. ഇതിവിടെ വെച്ച് കൊടുക്കാം. എൻ്റെ ഈ ഫ്ലെയിമിലാണ് ഏറ്റവും കുറവ് തീ ഉള്ളത്. അപ്പോൾ ഇതിൽ വെക്കുവാണിത്. ഇനി ഇതിൻ്റെ തീ കത്തിച്ചു കൊടുക്കുവാണ്. ഈ കുക്കർ എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഗ്യാസിൽ ഏറ്റവും കുറവ് തീ വന്നിലാണ് വെക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഞാൻ നോർമൽ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കുവാണ്. ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ അടിഭാഗത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്ലെയിം എത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 25 മിനിറ്റ് ഇതിരുന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്താന്ന്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടൂപ്പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. ടൂപ്പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇതിനി നന്നായിട്ട് ഇവിടെ നിന്ന് തണുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ കേക്ക് ഇന്നത്തുനിന്ന്. നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഈ കേക്ക് തണുക്കണ ടൈം കൊണ്ട് നമുക്കൊരു ഗനാഷ് ഉണ്ടാക്കാം, ചോക്ലേറ്റ് ഗനാഷ്. ഞാനപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തായിട്ട് വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട്
എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു പ്രാവശ്യം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് യൂട്യൂബിൽ, എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണമെന്ന്. നമുക്കപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ്, എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. അതേപോലെ തന്നെ 200 ml ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിലോട്ട് നമ്മൾ ആദ്യം തന്നെ മെൽറ്റാൻ വെച്ചിരുന്ന ജലറ്റിനില്ലേ, അതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒഴിച്ചേക്കുന്ന ക്രീം ബോയിലിംഗ് പോയിന്റിന് എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ വെച്ചിട്ട് ഇത് എടുക്കണം. നമ്മുടെ ഗനാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്യണം. ഞാനിപ്പോൾ ഈ ഗനാഷ് റെഡിയാക്കിയതുകൊണ്ട് ഇതൊന്ന് ലെയർ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുവാണ്. ഇങ്ങനത്തെ ഒരു നല്ല നീണ്ട മോനെയുള്ള ഒരു കത്തിയാണ് നല്ലത്. ഇതിന് ഇതെടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടായിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. നമുക്കിത് ഒരു പീസ് ഒരു പാത്രത്തോട് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചസാര അരിയിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചസാര അരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഈ കേക്കിലോട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അവിടെ സോഫ്റ്റായിട്ടിരിക്കും. കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഇനി ഈ ലെയറിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗനാഷ് ഞാനൊരു വിസ്കും കൊണ്ട് നന്നായിട്ട് അടിച്ച് ഒന്ന് പതഞ്ഞ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അന്ന് അധികം പതഞ്ഞിട്ടുള്ള രീതിയല്ല, ലിക്വിഡ് ഫോമിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണിത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ രണ്ടാമത്തെ പീസ് വെച്ച് കൊടുക്കാം. ഈ പീസിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കേക്കിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലാണ് ഒഴിക്കാൻ. ഒരു പ്ലേറ്റ് എന്തെങ്കിലും താഴെ വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഫുള്ള് വീഴും. ഞാനിപ്പോൾ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഗനാഷ് പുറത്ത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഇതിൽ താഴത്തോട്ട് വീണതൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂറോളം തണുക്കാനായിട്ടുള്ള ടൈം കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇതെങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ പുറത്തെടുത്തത് കട്ട് ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീടുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് സാധാരണക്കാർക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിച്ചേക്കണത്. എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.